മുഖങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ കൂടിക്കൂടി ഒരു ദിവസം ഇതങ്ങ് മറക്കുമായിരിക്കുമല്ലേ. മറക്കാതെ പിന്നെ. പക്ഷേ എനിക്ക് മറക്കണ്ട. 1987 പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ ഒരു കൾട്ട് ക്ലാസിക് മൂവിയിലെ ഡയലോഗാണിത്. തൂവാനത്തുമ്പികൾ. പത്മരാജൻ്റെ തന്നെ ഉദകപ്പോള എന്നൊരു കൃതിയുടെ അപനിർമ്മാണമായിരുന്നു തൂവാനത്തുമ്പികൾ എന്ന സിനിമ. ആ സിനിമ ഇറങ്ങി ഏതാണ്ട് 37 വർഷത്തോളം കഴിഞ്ഞു. ഇപ്പോഴും അതിലെ രാധയും ക്ലാരയും മണ്ണാർത്തോടി ജയകൃഷ്ണനും പ്രേക്ഷകരുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ്. എവിടെയൊക്കെയോ ജയകൃഷ്ണന്മാരും എവിടെയൊക്കെയോ ക്ലാരമാരും ജീവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു മനോഹരമായ സിനിമ. മണ്ണാർത്തോടി ജയകൃഷ്ണൻ എന്നൊരു ഗ്രാമീണൻ്റെ 2 രീതിയിലുള്ള ജീവിതമാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അയാൾ ഒരു ഗ്രാമീണനായിട്ടുള്ള പിശുക്കനായിട്ടുള്ള കഥാപാത്രമായി നമ്മൾക്ക് ആദ്യം മനസ്സിലാവുന്നു. പിന്നീട് അയാൾ പട്ടണത്തിലെ ഒരു അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്ക് അവിടെ ഒരു വലിയ ഗ്യാങ് ഉണ്ട്, അയാൾ അവിടുത്തെ ഒരു ഗ്യാങ്സ്റ്ററാണ് എന്നൊക്കെ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയാലും ഇയാളുടെ ജീവിതത്തിൽ ഇതുവരെ ഒരു പെൺകുട്ടികളും സ്വാധീനിച്ചിട്ടില്ല. അയാൾക്ക് ആരോടും സ്നേഹമോ പ്രേമമോ തോന്നിയിട്ടില്ല. അങ്ങനെയുള്ള ജയകൃഷ്ണന് ആദ്യമായി പ്രേമം തോന്നുന്ന രാധ എന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയാകട്ടെ ടൗണിൽ ഒരു കോളേജിൽ പഠിക്കുകയാണ്. അയാൾ കോളേജിൽ വന്ന് പ്രപ്പോസ് ചെയ്യുന്നു, പക്ഷേ ആ കുട്ടി റിജക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരാളെ തനിക്ക് വേണ്ട എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ രാധയ്ക്ക് ജയകൃഷ്ണനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് ആ ഒരു റിജക്ഷന് ശേഷം ആദ്യമായി താൻ പ്രേമിച്ച അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയ പെൺകുട്ടി റിജക്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ആ ഒരു വിഷമത്തിൽ ജയകൃഷ്ണനാകെ അങ്ങ് ഡിപ്രസ്ഡ് ആവുന്നു. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ആളാണ് ക്ലാര. ഈ സിനിമയിൽ തങ്ങൾ എന്നൊരു കഥാപാത്രമുണ്ട്. ഈ കഥാപാത്രം ടൗണിലെ ഒരു ദല്ലാളാണ്. ആ കൂടെ അയാൾക്ക് പിമ്പിങ് ആണ് ജോലി. ജയകൃഷ്ണനുമായിട്ട് ഇയാൾ സൗഹൃദ ബന്ധത്തിലാണ്. അയാളുടെ അടുത്ത് ഒരു പെൺകുട്ടി എത്തുന്നു. ആ പെൺകുട്ടി സ്വയം പ്രോസ്റ്റിറ്റ്യൂഷന് തയ്യാറായി ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടിയാണ്. അവളാണ് ക്ലാര. അപ്പോൾ ആ കുട്ടിയെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം ഈ ദല്ലാൾക്ക് മനസ്സിലാവുന്നില്ല. ജയകൃഷ്ണനോട് അയാൾ സഹായം ചോദിക്കുന്നു. ആ കുട്ടിയുടെ കാര്യം താനൊന്ന് കൈകാര്യം ചെയ്യൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ ജയകൃഷ്ണൻ ക്ലാരയെ പരിചയപ്പെടുന്നു. ആദ്യമായി താൻ ബന്ധപ്പെടുന്ന പെൺകുട്ടിയായിരുന്നു ക്ലാര. ക്ലാരയ്ക്ക് നേരെ തിരിച്ചും. താൻ ആദ്യമായി ബന്ധപ്പെട്ട പുരുഷനാണ് ജയകൃഷ്ണൻ. അങ്ങനെ ക്ലാരയോട് രാധയുടെ കാര്യമൊക്കെ ജയകൃഷ്ണൻ പറയുന്നു. അവർ തമ്മിൽ വളരെ അടുത്ത ഒരു സൗഹൃദ ബന്ധത്തിലും പ്രണയത്തിലുമാകുന്നു. അധികം താമസിയാതെ തന്നെ അവർ ജയകൃഷ്ണൻ ക്ലാരയെ വിവാഹം ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്നൊക്കെയുണ്ട്. ക്ലാരയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ജീവിതമാർഗമായിരുന്നു ആ ഒരു പ്രവൃത്തി. എങ്ങനെ ആയാലും അവൾ അവിടെ എത്തിപ്പെടുമായിരുന്നു, അതിനുള്ള കാര്യങ്ങളൊക്കെ അവളുടെ രണ്ടാനമ്മ ചെയ്തു തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യം ക്ലാര ജയകൃഷ്ണനോട് പറയുന്നു. ഏതായാലും നശിക്കും, അങ്ങനെയാണെങ്കിൽ എല്ലാം ആസ്വദിച്ച് നശിച്ചുകൂടെ എന്ന് ക്ലാര ചോദിക്കുമ്പോൾ നിർഭാഗ്യവതിയായ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അവിടെ ജയകൃഷ്ണൻ കാണുന്നത് തന്നെ. ഇങ്ങനെ ജയകൃഷ്ണന് ക്ലാരയെ ഇഷ്ടമാകുന്നു. അവളെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ജയകൃഷ്ണന് തോന്നുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ജയകൃഷ്ണൻ ആദ്യമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീ എന്നുള്ളൊരു കൺസിഡറേഷൻ കൊണ്ടാണ് അവളോട് അങ്ങനെയൊക്കെ പറയുന്നത്. ക്ലാര അന്നേരം പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനി ആവണം, കടലിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് മേഘം പൂത്തു തുടങ്ങി എന്നൊരു ഗാനമൊക്കെ ഇതിലുണ്ട്. അവർ തമ്മിൽ കുറച്ച് സമയം കൊണ്ട് വലിയൊരു പ്രേമബന്ധത്തിലേക്ക് എത്തുന്ന ആ ഒരു മനോഹരമായൊരു സീൻ. അത് കഴിഞ്ഞിട്ട് അവളെ കാണാതാകുകയാണ് അവിടുന്ന് ചെയ്യുന്നത്. ക്ലാര എവിടേക്ക് പോയി, എങ്ങോട്ട് എന്നൊന്നും അറിയുന്നില്ല. ക്ലാര ആ നാട്ടിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ട് ഓടുകയാണ്. നമുക്ക് ഒരു സന്ദർഭം വെച്ചാൽ പറഞ്ഞാൽ ക്ലാര അവിടുന്ന് ശരിക്കും രക്ഷപ്പെട്ട് ഓടുകയാണ്. അവളുടെ ആ ഒരു ജീവിതത്തിൽ നിന്ന് തന്നെ അവൾ എങ്ങോട്ടേക്കോ മറഞ്ഞുപോയി. പിന്നീട് വീണ്ടും ജയകൃഷ്ണനും രാധയും തമ്മിൽ അടുക്കുന്നു. രാധ എങ്ങനെയാണ് ജയകൃഷ്ണനുമായിട്ട് അടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പിന്നീടാണ് അറിയുന്നത് ജയകൃഷ്ണൻ ആ ഒരു നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് മുൻചുണ്ടിക്കാരനായിട്ടുള്ള പിശുക്കനായിട്ടുള്ള ജയകൃഷ്ണനല്ല എന്നും, ടൗണിൽ അയാൾ ഒരു അടിച്ചു പൊളിക്കുന്ന ലൈഫ് അയാൾക്കുണ്ട്, അയാൾ വലിയൊരു ഗ്യാങ്ങിൻ്റെ ലീഡർ പോലെ ജീവിക്കുന്ന ഒരാളാണെന്നും രാധ പലരിൽ നിന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ, രാധയുടെ സ്വന്തം ചേട്ടനിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കഴിയുമ്പോഴൊക്കെ രാധയ്ക്കും ജയകൃഷ്ണനോട് വല്ലാത്ത പ്രേമം തോന്നുന്നു.
അവരങ്ങനെ അടുക്കുന്നു. ഇങ്ങനെ അടുത്ത് കഴിയുമ്പോഴത്തേക്കും ജയകൃഷ്ണൻ ക്ലാരയുടെ കാര്യം രാധയോട് പറയുന്നുണ്ട്. രാധ അപ്പം മുതൽ ഭയങ്കര ടെൻഷനിലാണ്. എങ്ങാനും ജയകൃഷ്ണൻ ആ കൂടെ പോയാലോ, അങ്ങനെ ഒരു പേടി, എല്ലാ കാമുകിമാർക്കും ഉണ്ടാകുന്ന ഒരു പേടി രാധയ്ക്കും അവിടെ തന്നെ ഉണ്ടാകുന്നു. ഇങ്ങനെ രാധയോട് ക്ലാരയുടെ കാര്യമൊക്കെ പറയുന്നു. ക്ലാര തിരിച്ചു വന്നാൽ പോകുമോ എന്നുള്ളൊരു പേടി രാധയ്ക്കുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് രണ്ട് കഥാപാത്രങ്ങളും, ക്ലാരയും രാധയും എടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും രണ്ട് രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. ഒരാൾക്ക് കുടുംബത്തിൻ്റേതായ, സ്വത്തിൻ്റേതായ, വിദ്യാഭ്യാസത്തിൻ്റേതായ ഒരു കവചം ഉണ്ട്, മറ്റേ ആൾക്കതില്ല. പക്ഷേ രണ്ടുപേർക്കും തോന്നുന്നത് ഒരേ രീതിയിലുള്ള പ്രേമം. ഈ സിനിമയിൽ ആദ്യം ക്ലാരയുമായിട്ടുള്ള ഒരു സീനിൽ ചോദിക്കുന്നുണ്ട്, തടിക്കണ്ട്രാക്കെ നീ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. ക്ലാരയ്ക്ക് അപ്പോഴേ മനസ്സിലാവുന്നുണ്ട് ആരാണ് ജയകൃഷ്ണൻ എന്നുള്ളത്. കുറച്ച് നേരം മതിയായിരുന്നു ക്ലാരയ്ക്ക് ജയകൃഷ്ണനെ മനസ്സിലാക്കാൻ. പക്ഷേ രാധ അങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് പേരോട് ചോദിച്ച് അന്വേഷിച്ച് അറിഞ്ഞ് ഇഷ്ടപ്പെട്ട ആളാണ് രാധ. ആ ഒരു വ്യത്യാസം ആണ് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ളത്. എന്നാൽ രണ്ടുപേരും ഒരുപോലെ ആ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നു. ഒരു ദിവസം ക്ലാര തിരിച്ചു വരികയാണ്. അവൾ ഒരു കത്തൊക്കെ അയച്ചിട്ടാണ് വരുന്നത്, ഞാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ജയകൃഷ്ണൻ അവളെ കാണാൻ പോകുന്നു. ക്ലാരയും ജയകൃഷ്ണനും പിന്നീട് ആദ്യം കണ്ട പോലെ തന്നെ രണ്ടും നല്ല സുഹൃത്തുക്കളായി. പിന്നീട് രണ്ടുപേരും കാമുകന്മാരായി കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു സമയം കഴിയുമ്പോൾ ആ ഒരു സമയത്ത് ഇവള് പറയുന്നുണ്ട്, ഒരാളെ പരിചയപ്പെട്ടു, ഭാര്യ മരിച്ചുപോയ ഒരാളെയാണ് പരിചയപ്പെട്ടത്, ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. ഈ സന്ദർഭത്തിൽ രാധയെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. ആ കുട്ടിയോട് പറയണ്ടായിരുന്നല്ലോ എന്നൊക്കെ ക്ലാര പറയുന്നു. പക്ഷേ ജയകൃഷ്ണൻ അത് സാധിച്ചില്ല. ക്ലാരയെക്കുറിച്ച് പറയാതെ തൻ്റെ ജീവിതമില്ല, അതാണ് ശരിക്കും പറഞ്ഞാൽ ജയകൃഷ്ണൻ. ഇങ്ങനെ പിന്നീട് അവർ വേർപിരിയുന്നു അവിടെ നിന്ന്. അങ്ങനെ രാധയും ജയകൃഷ്ണനും തമ്മിലുള്ള വിവാഹമായി. ആ സന്ദർഭത്തിലും ക്ലാര വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവസാനമായിട്ട് ക്ലാരയും ജയകൃഷ്ണനും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ക്ലാരയുടെ കയ്യിലൊരു കുട്ടിയുണ്ട്. അവൾ മുമ്പ് പറഞ്ഞ ആ ഒരു വിഡോവറെ കല്യാണം കഴിച്ചു. അവൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ പറയാതെ ജയകൃഷ്ണനോട് പറയുന്നൊരു കാര്യമാണ് അവിടെ. അവളും നല്ലൊരു ജീവിതം തിരഞ്ഞെടുത്തു. ജയകൃഷ്ണനും രാധയും തമ്മിലുള്ള മറ്റൊരു ജീവിതം അവിടെ തുടങ്ങുകയാണ് ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്. ആ ഒരു റെയിൽവേ സ്റ്റേഷൻ സീൻ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു സീനാണത്. രാധയും ജയകൃഷ്ണനെയും കാണിക്കുന്ന ആ ഒരു സംഗതി ഭയങ്കര മനോഹരമാണ്. അവർ തമ്മിൽ പുതിയ ഒന്ന് തുടങ്ങാൻ പോവുകയാണ്. അത്രയും കാലം പരിചയപ്പെട്ട് സംസാരിച്ച ആളുകളായിട്ടല്ല, പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. അവിടെ വെച്ച് സിനിമ അവസാനിക്കുകയാണ്. രാധ, ക്ലാര ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്ലാരയാണ് കുറച്ചുകൂടെ ജയകൃഷ്ണനെ സ്വാധീനിച്ചൊരു സ്ത്രീ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്ലാരയുടെ വരവിന് ശേഷം മുതൽ ജയകൃഷ്ണൻ്റെ ഒരു ഭാഷയും അയാളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു മാറ്റം എൻഡ് ചെയ്യുന്നത് സിനിമയുടെ അവസാനം എത്തുമ്പോഴത്തേക്കും ഫ്രണ്ട്സുമായിട്ട് കറങ്ങുന്ന ഒരു സീനുണ്ട്. അതിൽ ജയകൃഷ്ണൻ്റെ അയൽവാസിയായിട്ടുള്ള ശല്യക്കാരനായിട്ടുള്ള ഒരാളുണ്ട്. അയാളെ തട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു സീനൊക്കെയാണ്. കോമഡി സീനാണ്. പക്ഷേ ക്ലാരയിൽ നിന്നും ജയകൃഷ്ണൻ വീണ്ടും പഴയ ജയകൃഷ്ണനിലേക്ക് എത്തുന്ന ആ ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. ക്ലാരയെ ഇത്രയും കാലങ്ങൾക്ക് ശേഷവും എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ക്ലാരയുടെ ആ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളെല്ലാം വല്ലാത്തൊരു പാരഡോക്സിലാണ് ക്ലാരയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്തിച്ചില്ല. മറ്റൊന്നുമല്ല, ആദ്യമായി ഇഷ്ടം തോന്നിയ ഒരു പുരുഷൻ, ആദ്യമായി ശരീരം പങ്കുവച്ച ഒരു പുരുഷൻ, ആ ആളെ തന്നെ അയാൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് വിട്ടുകൊടുക്കുന്ന ക്ലാര. അതാണ് ക്ലാരയെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മളെല്ലാം ഇഷ്ടപ്പെടാൻ കാരണം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യമൊന്നും ഈ സിനിമ ഇറങ്ങിയ കാലത്ത് ആ ഒരു കഥാപാത്രത്തെ അക്സെപ്റ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു പരാജയ സിനിമ തന്നെയായിരുന്നു. ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ജോൺസൺ മാഷാണ്. സിനിമയുടെ തുടക്കത്തിൽ കേൾപ്പിക്കുന്ന ആ ഒരു ബീജവും പിന്നീട് ക്ലാരയെ കാണിക്കുന്ന ബീജവും ഒക്കെ ഏതാണ്ടൊക്കെ സിമിലറാണ്. മാത്രമല്ല അത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ബീജമാണ്. നമുക്കൊന്നും അത് മറക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാരയെ കാണിക്കുമ്പോഴുള്ള ഒരു ബീജമൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും. പിന്നെ ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥാണ്. പിന്നെ ഇതിലെ ഗാനങ്ങളൊക്കെ രചിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. ഈ സിനിമയിലെ പശ്ചാത്തല സംഗീതത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ക്ലാരയെ കാണിക്കുമ്പോഴെല്ലാമുള്ള ഒരു ബീജിയം
ഭയങ്കരമായിട്ട് അങ്ങ് റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു സന്ദർഭത്തിൽ ഈ ക്ലാരയെ പറ്റി പറയുമ്പോഴെല്ലാം മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോഴും ആ ഒരു BGM നമ്മൾ കേൾക്കുന്നുണ്ട്. ക്ലാര എന്ന് പറയുമ്പോൾ മഴ പെയ്യുന്നു. ക്ലാരയെ കാണിക്കുമ്പോഴും മഴ പെയ്യുന്നു. അവസാനമായിട്ട് അവൾ പോകുമ്പോൾ മഴ പെയ്യുന്നില്ല, ഞാൻ ഈ പോകുമ്പോൾ മഴ പെയ്യുന്നില്ലല്ലോ എന്ന് ക്ലാര ചോദിക്കുന്നൊക്കെയുണ്ട്. ഈ സിനിമയിൽ ജയകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം ലാലേട്ടൻ അല്ലാതെ മറ്റാരും ഇനി ചെയ്താൽ അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ജയകൃഷ്ണൻ. തനിക്ക് ആരോടെങ്കിലും ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയാൽ അയാൾക്ക് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു തൻ്റെ മനസ്സും ശരീരവും. പക്ഷേ ക്ലാര, ആ ക്ലാരയുടെ മുന്നിൽ അയാൾ തോറ്റുപോയി. ക്ലാരയാണ് അയാളെ ആദ്യമായി മനസ്സിലാക്കിയ സ്ത്രീയും. എന്തൊക്കെ പറഞ്ഞാലും ജയകൃഷ്ണൻ എന്ന ആ ഒരു പുരുഷൻ, ആ ഒരു പുരുഷനെ ഇഷ്ടപ്പെടുന്ന രാധ, ജയകൃഷ്ണൻ്റെ ആ ഒരു സ്വഭാവം എങ്ങനെയാണ് അതിൽ തന്നെ പറയുന്നുണ്ട്. ഇയാൾക്ക് ഈ നാട്ടിലൊരു സ്വഭാവവും ടൗണിൽ വേറൊരു സ്വഭാവമാണ്, അതുകൂടാതെ മൂന്നാമതൊരു സ്വഭാവം കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ മൂന്നാമതൊരു മനുഷ്യൻ ജയകൃഷ്ണൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ള തരത്തിലുള്ള ഡയലോഗൊക്കെ ഈ സിനിമയിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജയകൃഷ്ണന് ഒരുപാട് മാറ്റങ്ങൾ വന്നത് ഈ രണ്ട് സ്ത്രീകളും തൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ്. ജയകൃഷ്ണൻ്റെ ഉള്ളിലെ ആ ഒരു മൂന്നാമത്തെ പുരുഷൻ, അല്ലെങ്കിൽ ജയകൃഷ്ണൻ കൊടുക്കാൻ മാറ്റി വെച്ചിരുന്ന തൻ്റെ ആ ഒരു സ്നേഹം, പ്രേമം, അതെല്ലാം ആദ്യം അറിഞ്ഞത് ക്ലാരയാണ്. ക്ലാര എന്ന് പറയുന്ന കഥാപാത്രം അത്രമാത്രം ജയകൃഷ്ണനോട് അടുത്ത് നിൽക്കുന്നു. ജയകൃഷ്ണൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പോലും ക്ലാര അതിന് തയ്യാറാകാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ക്ലാര ഏറ്റെടുത്ത ഒരു ജീവിതത്തിലേക്ക് ജയകൃഷ്ണനെ പോലെ ഒരാളെ ചിലപ്പോൾ വലിച്ചിടണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കാം. ഈ സിനിമയിൽ ജയകൃഷ്ണൻ ക്ലാരയെ പരിചയപ്പെടുന്ന ഒരു സീനുണ്ട്. ഈ സീനിൽ ക്ലാരയെ കാണിക്കുമ്പോഴെല്ലാം പ്രത്യേക ഒരു ബീജവും ഒപ്പം മഴയുണ്ട്. മഴ പെയ്യുമ്പോൾ ക്ലാരയെ കാണിക്കുന്നു, അല്ലെങ്കിൽ ക്ലാരയുടെ പ്രസൻസിലൊക്കെ മഴയുണ്ട്. അപ്പോൾ ആ പ്രത്യേകമായിട്ടുള്ളൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ബീജവും ഉണ്ട്. ഇത് ചില കാര്യങ്ങൾ പറയാതെ പറയുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് മറ്റൊരു ഇമോഷൻസിനെ കൺവേ ചെയ്യുന്നൊരു രീതിയാണ്. ഇതിനെ നമുക്ക് ലേറ്റ് മോട്ടീവ് എന്ന് പറയാൻ സാധിക്കും. ആൺമേധാവിത്വത്തിൻ്റെയും മാടമ്പിത്തരത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് ജയകൃഷ്ണനെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പെട്ടെന്ന് എല്ലാവരെയും റൂൾ ചെയ്യുന്ന, എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രാമീണനായ മനുഷ്യൻ. ഇയാൾ ടൗണിൽ ഇയാൾക്ക് മറ്റൊരു മുഖമുണ്ട്. ആ ഒരു രണ്ട് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ആ രണ്ട് രീതിയിൽ ആൾക്കാരോട് ഇടപെടാൻ കഴിവുള്ള ജയകൃഷ്ണൻ. അയാളുടെ ഒരു മൂന്നാമത്തെ മുഖം എന്ന് പറയുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള, അയാളുടെ മാത്രം ജീവിതം മാറ്റിവെക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ജീവിതമാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിയാണ്. ആ ഒരു പേഴ്സണാലിറ്റിയെ ആദ്യമായി മനസ്സിലാക്കിയ ആൾ ക്ലാരയാണ്. രണ്ടാമതേ രാധ വരുന്നുള്ളൂ. ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അജയൻ വിൻസെൻറ്റും ജയനൻ വിൻസെൻറ്റുമാണ്. പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ ആയിരുന്ന വിൻസെൻറ്റ് മാഷിൻ്റെ മക്കളാണ് ഇവർ രണ്ടുപേരും. ഇതിലെ പല സീൻസും നമ്മൾ ഓർത്തിരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ക്ലാരയും ജയകൃഷ്ണനും തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമേറ്റ് സീൻസൊക്കെ, അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ, ക്ലാര ഒരു വശത്തേക്ക് ഇങ്ങനെ നോക്കി നിന്ന് സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ പലയിടത്തും വരയ്ക്കപ്പെട്ട ചിത്രങ്ങളൊക്കെ ആയിട്ട് കാണാറുണ്ട്. അതുപോലെ അവർ മൂന്ന് പേരും അവസാനത്തെ ആ ക്ലൈമാക്സ് സീനിലുള്ള ജയകൃഷ്ണനും രാധയും നോക്കി നിൽക്കുന്ന സീന്, അതുപോലെ ക്ലാര പോകുന്ന സീന്, തുടക്കത്തിൽ ജയകൃഷ്ണൻ്റെ ആ ഒരു മാറ്റം, അതൊക്കെ പ്രേക്ഷകർ ഓർത്തിരിക്കുന്നത് ഈ ഒരു സിനിമയുടെ ഛായാഗ്രഹണത്തിൻ്റെ മികവ് കൊണ്ട് മാത്രമാണ്. ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ബി ലെനിനാണ്. ഈ സിനിമയിലെ പല സീക്വൻസുകൾ നമുക്ക് മറക്കാൻ സാധിക്കാത്തവയാണ്. അതായത് ക്ലാരയും ജയകൃഷ്ണനും തമ്മിലുള്ള ആ ഒരു സീനും, അതുപോലെ രാധയും ജയകൃഷ്ണനും തമ്മിലുള്ള ആ സീനും ഒക്കെ, അവരുടെ ഇടയിൽ പല ടൈപ്പ് ഓഫ് ഡിഫറൻസ് ഉണ്ട്. ഈ ക്ലാരയും ജയകൃഷ്ണൻ്റെ രണ്ടാമത് കാണുന്ന ആ ഒരു സീൻസിലൊക്കെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിരിക്കുമ്പോഴേക്കുള്ള ആ ഒരു സീക്വൻസിലൊക്കെ വേറൊരു ഡിഫറൻസ്. രാധയോടൊപ്പം ആണെങ്കിലോ ക്ഷേത്രത്തിൽ പോകുന്നു, അതുപോലെ വടക്കനാഥ ക്ഷേത്രം, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനനുസരിച്ചുള്ള, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലായിട്ടുള്ള എഡിറ്റിങ് ഇതിനകത്തുണ്ട്. ലേറ്റ് മോട്ടീഫ് എന്നൊക്കെ പറയുന്ന ആ ഒരു എഡിറ്റിംഗ് സാങ്കേതികത നമ്മൾ ഈ സിനിമയിൽ കാണുന്നുണ്ട്. പതിറ്റാണ്ടുകൾക്കിപ്പുറവും തൂവാനത്തുമ്പികൾ എന്ന സിനിമ ചർച്ച ചെയ്യപ്പെടുന്നു. അതിലെ കഥാപാത്രങ്ങളെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു. എത്ര വർഷം കഴിഞ്ഞാലും ക്ലാരയും ജയകൃഷ്ണനെയും നമ്മൾ മറക്കുന്നില്ല. അത് ആ എഴുത്തുകാരൻ്റെ വിജയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പത്മരാജൻ എന്ന എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും
മികച്ച ഒരു ക്ലാസിക് മൂവിയായി പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമയാണ് തൂവാനത്തുമ്പികൾ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.